എ. സംസ്ഥാനത്തെ ചില ട്രഷറികളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ബി. തിരുവനന്തപുരം ജില്ലാ ട്രഷറി, തിരുവനന്തപുരം പെൻഷൻ പേയ്മെൻറ്റ് സബ് ട്രഷറി, കൊടുങ്ങല്ലൂർ സബ് ട്രഷറി, ചങ്ങരംകുളം സബ് ട്രഷറി, ചേലക്കര സബ് ട്രഷറി, വഞ്ചൂർ അഡീഷണൽ സബ് ട്രഷറി, നെയ്യാറ്റിൻകര പെൻഷൻ പേയ്മെൻറ്റ് സബ് ട്രഷറി, പത്തനംതിട്ട ജില്ലാ ട്രഷറി, കഴക്കൂട്ടം സബ് ട്രഷറി എന്നിവിടങ്ങളിൽ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ, കുറേ വർഷങ്ങളിലെ കണക്കുകളുണ്ട്, വിവിധ കാലഘട്ടങ്ങളിൽ 2014 മുതലുള്ള അതിന് മുമ്പുള്ളതിലുള്ള വിവിധ കാലഘട്ടങ്ങളിൽ ചില തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സർ, സി. മേൽ ട്രഷറികളിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിലും പോലീസ് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തലത്തിലും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കേസുകളിലും ധനാപകരണം നടത്തിയ മുഖ്യപ്രതികളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും വീഴ്ച സംഭവിച്ച മറ്റുള്ള ജീവനക്കാർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ധനാപകരണം നടത്തിയ മുഴുവൻ തുകയും ആയതിൻ്റെ 18% പലിശ ഉൾപ്പെടെ ജീവനക്കാരിൽ നിന്നും റവന്യൂ റിക്കവറി മുഖാന്തരം ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡി. സാർ, ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. ട്രഷറി ഇടപാടും സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി കൂടുതൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിൽ വരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രഷറി വകുപ്പിൽ എല്ലാ ജീവനക്കാർക്കും പെൻ അടിസ്ഥാനത്തിൽ IP ബൈൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അപ്രകാരം IP ബൈൻഡ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ മുഖാന്തരം മാത്രമേ ബന്ധപ്പെട്ട ജീവനക്കാരന് സ്വന്തം യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. ട്രഷറി ഓഫീസർ UMAS ആപ്ലിക്കേഷനിൽ എല്ലാ ജീവനക്കാർക്കും അതത് ദിവസത്തെ പ്രവൃത്തി നിശ്ചയിച്ച് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജീവനക്കാർക്ക് അവരിൽ നിക്ഷിപ്തമായ നിർദ്ദിഷ്ട ചുമതലകൾ നിർവഹിക്കാൻ കഴിയുള്ളൂ. അതിന് പ്രകാരം ട്രഷറി ഇടപാടുകൾ നടത്തുന്നതിനായി ജീവനക്കാരൻ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതിനു ശേഷം ട്രഷറി ഇടപാടുകൾ നടത്തുന്നതിന് കോർ TIS ആപ്ലിക്കേഷനിൽ തനിക്ക് നിശ്ചയിച്ചിട്ടുള്ള IP മുഖാന്തരം പ്രവേശിച്ച് ആധാറിൻ്റെ അവസാനത്തെ 8 അക്കങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ജീവനക്കാരൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ 24 മണിക്കൂർ മാത്രം വാലിഡിറ്റി ഉള്ള ഒരു OTP ലഭിക്കുന്നു. ഇത് ഉപയോഗിച്ച് മാത്രമേ അന്നേ ദിവസം ഇടപാടുകൾ നടത്തുന്നതിനായി ബന്ധപ്പെട്ട ജീവനക്കാരന് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓൺലൈൻ ഇടപാടുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഇടപാടുകാരുടെ പാസ്വേഡ് നിശ്ചിത ഇടപാടുകൾ നിർബന്ധിതമായി മാറ്റുന്നതിനുള്ള സംവിധാനം tsbonline.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിലധികം അവധിയിൽ പ്രവേശിക്കുന്നവരുടെ വിരമിക്കുന്നവരുടെയും LPR പ്രവേശിക്കുന്നവരുടെയും VRS എടുക്കുന്നവരുടെയും യൂസർ ID-യും പാസ്വേഡും സ്വയം നിഷ്ക്രിയമാകുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർ, സൈബർ സുരക്ഷ മുൻനിർത്തി എല്ലാ ട്രഷറി ആപ്ലിക്കേഷനുകളിലും ദേശീയ ഏജൻസിയായ STQC മുഖേന സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. ആയതിൻ്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് വീണ്ടും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ ട്രഷറി ഇൻ്റർനെറ്റ് അധിഷ്ഠിത വെബ്സൈറ്റുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി SSL സെക്യൂരിറ്റി സോക്കറ്റ്സ് ലെയർ സർട്ടിഫിക്കറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. അവയുടെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുതുക്കുന്നുണ്ട്. സ്പാർക്ക് രേഖപ്പെടുത്തിയ ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ട്രഷറി ജീവനക്കാർക്ക് ട്രഷറി ആപ്ലിക്കേഷനുകൾക്കുള്ള പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. എല്ലാ ട്രഷറികളും CCTV സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രഷറി ഇടപാട് നടക്കുമ്പോൾ ഏത് ജീവനക്കാരൻ അസൈൻ ചെയ്ത് നൽകിയിട്ടുള്ള IP മുഖാന്തരമാണ് നടന്നിട്ടുള്ളതെന്നും ഏത് ജീവനക്കാരൻ്റെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് എപ്പോഴാണ് ഈ ഇടപാട് നടന്നിട്ടുള്ളതെന്നും വ്യക്തമായി മനസ്സിലാക്കുന്നതിനുള്ള സംവിധാനം ട്രഷറിയിൽ നിലവിലുണ്ട്. സർ, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ പ്രസ്തുത വിവരം SMS മുഖേന അക്കൗണ്ട് ഉടമയുടെ KYC-യിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അറിയിക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചെക്ക് ബുക്ക് വിതരണം ചെയ്യുമ്പോഴും മേൽപ്രകാരം അക്കൗണ്ട് ഉടമയ്ക്ക് SMS മുഖേന വിവരം നൽകുന്നതിനുള്ള സംവിധാനത്തിൻ്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, നടപ്പിലാക്കുന്ന പരിപാടികളെന്ന ഭാവിയിൽ കുറച്ചുകൂടി ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രഷറി ഇടപാടുകളുടെ സുരക്ഷിതത്തിനും സുതാര്യതയ്ക്കുമായി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുവാൻ തീരുമാനിച്ചുള്ള സുരക്ഷാ ക്രമീകരണ മാനദണ്ഡങ്ങൾ താഴെ പറയുന്നതാണ്. സർ, എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും KYC നിർബന്ധമാക്കും. 6 മാസം ഇടപാടുകൾ നടത്താത്ത അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിക്കും. ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്ക് ബുക്കിലെ 3 ചെക്ക് ലീഫുകൾ അവശേഷിക്കുമ്പോൾ മാത്രമേ പുതിയ ചെക്ക് ബുക്ക് അനുവദിക്കുകയുള്ളൂ. ഇടപാടുകാരൻ്റെ മൊബൈലിലേക്ക് വരുന്ന OTP-യുടെ അടിസ്ഥാനത്തിൽ മാത്രം പുതിയ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഇടപാടുകാരൻ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാറ്റുന്നതിന് പഴയ മൊബൈൽ നമ്പർ ലഭിക്കുന്ന ഈ സന്ദേശത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പെൻഷൻ നിർത്തലാക്കുമ്പോൾ തന്നെ പെൻഷനേഴ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സ്വയം മരവിക്കും. ട്രഷറി പെൻഷൻ ആപ്ലിക്കേഷനിൽ LSGD സ്മാർട്ടുമായി സംയോജിപ്പിച്ച് പെൻഷൻകാർ മരണപ്പെടുമ്പോൾ പ്രസ്തുത വിവരം ലഭ്യമാക്കി പെൻഷൻ നിർത്തലാക്കും. ബാങ്കിംഗ് സെക്ടറുമായി കിടപിടിക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കുന്നതിന് ബാങ്കിംഗ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പേഴ്സുമായി ചർച്ചകൾ നടത്തി തുടർ ക്രമീകരണം നടപ്പിലാക്കും.